ആറ്റം ബോംബാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ദൂതല്ല. വിശ്വസിക്കുന്ന യേശുവിലായതുകൊണ്ട് എന്റെ അപ്പൻ എത്ര പാപിയാണെങ്കിലും, എന്റെ അപ്പന്റെ അപ്പൻ എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, എന്റെ കുടുംബത്തിൽ എന്റെ പൂർവികര് 10 കൽപ്പന മുഴുവൻ ലംഘിച്ച് ഇനി ലംഘിക്കാൻ ഒരു കൽപ്പനയും ബാക്കിയില്ലാതെ പാപം ചെയ്ത സകല കൂട്ടം പാപികളാണെങ്കിലും ഞാൻ എന്താ വിശ്വസിക്കുന്നത് അറിയാമോ? ഞാനത് വിശ്വസിക്കുന്നത് കൊണ്ട് എന്റെ ഏഴായിലത്ത് വരില്ല പാപം, പാപത്തിന്റെ ശിക്ഷ, പാപത്തിന്റെ ശമ്പളം വരില്ല. ഷാജിനോട് നീ പറയണം, എന്റെ മക്കളെ ആക്രമിക്കാൻ, എന്റെ കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കാൻ, എന്റെ കുടുംബം കലക്കാൻ, എനിക്കെതിരെ ശത്രുക്കളെ ഉണ്ടാക്കാൻ, ഞാൻ എന്റെ ബിസിനസ് തകർക്കാൻ, എന്റെ കുടുംബത്തിനെതിരെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പിശാച് നീ ഒരുക്കുന്ന ഭിന്നത, കലഹം, കർത്താവ് നിന്നെ എന്റെ കൺമുമ്പിൽ വെച്ച് തോൽപ്പിക്കും. നീ ഇത് പറയണം, നീ ഇത് വിശ്വസിക്കണം, നീ ഇത് ക്ലെയിം ചെയ്യണം. ഇതെന്റെ ഭാഗധേയമാണ്, ഇതെന്റെ അവകാശമാണ്. നീ 5 ദിവസം ധ്യാനത്തിന് പോകാൻ വേണ്ടി മാറി നിന്നാൽ നിന്റെ ബിസിനസ്സിൽ ആളുകൾ തകർച്ചയുണ്ടാക്കും, നിന്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും, എല്ലാം തകരും. നീ ഒരു കാര്യത്തിന് വേണ്ടി, ഒരു ആത്മീയ കാര്യത്തിന് വേണ്ടി പോവാണ്, നീ വചനം പറഞ്ഞോണം, ആ വേലി പൊളിച്ച് ഒരുത്തിനും കേറില്ല. പിശാച് എങ്ങനെയാണ് തോറ്റോടുന്നതെന്നറിയാമോ? പിശാച് തോറ്റോടുന്നത് വെളിപാട് 12:11 പറഞ്ഞിട്ടുണ്ട്. അവർ കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും ശത്രുവിന്റെ മേൽ വിജയം നേടി. ഒരു സെക്കൻഡ് ശ്രദ്ധിച്ചേ. കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും ശത്രുവിന്റെ മേൽ വിജയം നേടി. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഞാൻ മർമ്മപ്രധാനമായ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാണ്. ഇത് നിങ്ങൾക്ക് അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ദൂതല്ല. ഇത് വളരെ ആറ്റം ബോംബാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് 2 കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട ദൈവമകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സാത്താൻ നിന്റെ ജീവിതത്തിൽ പരാജയപ്പെടും. ഈശോ പറയുകയാണ് വെളിപാട് 12:11 കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും അവർ ശത്രുവിന്റെ മേൽ വിജയം നേടി. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, മനസ്സിലാക്കാൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു 10 കോടി രൂപ നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടുന്നതിനേക്കാൾ വലിയ സന്തോഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോണം. 2 കാര്യങ്ങളാണ് ശത്രുവിന്റെ മേൽ വിജയം നേടാൻ ദൈവമക്കളെ സഹായിച്ചെന്ന് വെളിപാട് പുസ്തകം പറയുന്നത്. ത്തെയും ശാപത്തെയും പൈശാചിക ശക്തികളെയും യേശു ക്രിസ്തു കുരിശിൽ പരാജയപ്പെടുത്തി. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, ഞാൻ ഉദാഹരണം പറയാം. ഞങ്ങള് എറണാകുളത്ത് ഒരു സ്ഥലത്ത് ധ്യാനം നടത്തുമ്പോ എന്റെ കൂടെയുള്ളൊരു സഹോദരൻ കൗൺസിലിംഗ് നടത്തുമ്പോ ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത് അവൻ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. അതായത് അവന്റെ മുഖത്തേക്ക്, ഈ വന്നിരിക്കുന്ന ചെറുപ്പക്കാരന്റെ മുഖത്തേക്ക് ഒരച്ഛന്റെ ചോര പുരണ്ട ലോഹ വന്ന് വീഴുന്നു. ഇതാണ് സന്ദേശം. ഒരു അച്ഛന്റെ നല്ല വെള്ള ലോഹ, അതിനകത്ത് നിറയെ ചോര, ആ ചോര പുരണ്ട ലോഹ ഒരു ചെറുപ്പക്കാരന്റെ മുഖത്ത് വന്ന് വീഴുന്നു. ഇതാണ് ദർശനം. അപ്പൊ ഇവൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ ഒരു ദർശനമാണ് കണ്ടത്. അപ്പൊ ഞാൻ ആ സഹോദരനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, പേടിക്കൊന്നും ചെയ്യണ്ട, ഭയപ്പെടുകയൊന്നും വേണ്ട. യേശുക്രിസ്തു വന്നത് സഹോദരനെ വിമോചിപ്പിക്കാനാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ഓർത്ത് ഭയപ്പെടുകയൊന്നും വേണ്ട. ഇങ്ങനെ ഒരു ദർശനമാണ് കണ്ടത്, ബ്രദർ പറഞ്ഞു കാണുമല്ലോ. അപ്പൊ നിങ്ങൾ വൈദികരെ നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ പീഡിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നന്നായിട്ട് ശ്രദ്ധിച്ചോണം. അപ്പോ ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ അപ്പന്റെ അപ്പൻ, എന്റെ വല്യപ്പൻ ഒരു അച്ഛനെ കെട്ടിയിട്ട് അടിച്ച് അച്ഛന്റെ ചോര വീണ് അച്ഛന്റെ ലോകയെല്ലാം ചോര, അങ്ങനെ ഒരു സാഹചര്യം കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ട്. ദർശന സത്യമാണ്. അപ്പൊ ഇവൻ പേടിച്ച് നിൽക്കുകയാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ അച്ഛനെ കെട്ടിയിട്ട് ഉപദ്രവിച്ച, അതായത് ഇവന്റെ വല്യപ്പനാണ് ഇത് ചെയ്തത്. ഇവന്റെ അപ്പനും ഈ ചെറുപ്പക്കാരനും കുടുംബത്തിൽ നല്ലപോലെ സഹനമുണ്ട്. അപ്പൊ നമ്മൾ അതിനെ, കേരളത്തിലെ ഒരു കരിസ്മാറ്റിക് വേദി അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ശാപം, അല്ലേ? തെറ്റില്ലത്, ശാപം. അതായത് ഈ അച്ഛനെ ഇട്ട് പീഡിപ്പിച്ചതിന്റെ ശാപമാണ് ഈ മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് ഇന്ന് ഗ്രഹിച്ചോണ്ട്, ഇന്ന് കെട്ടഴിയുന്ന രാത്രിയാണ്, ഇന്ന് സകല ശാപത്തിന്റെയും കെട്ടഴിയുന്ന രാത്രിയാണ്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ചോണം. സത്യം ഗ്രഹിച്ചാലേ സ്വാതന്ത്ര്യം കിട്ടൂ. യോഹന്നാൻ 8 ഈശോ പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഒരുപാട് ആത്മീയ ശുശ്രൂഷകൾ വളരുന്നത് ആളുകളെ പേടിപ്പിച്ചിട്ടാണ്. ഒരുപാട് സെന്ററുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ആളുകളെ ഭയപ്പെടുത്തിയിട്ടാണ്. നിനക്ക് ശാപമാണ്, തലമുറയുടെ ശാപമാണ്. നിങ്ങൾ കേട്ടോണം, നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നോണം. അതായത് അപ്പൊ നമ്മൾ എന്താ പറയാൻ പോണത്? അതായത് ഇവനെ ഈ വല്യപ്പൻ പാപം ചെയ്തു,
വല്യപ്പൻ അച്ഛനെ കെട്ടിയിട്ട് അടിച്ചു. അപ്പൊ ഈ കൊച്ചുമകൻ കടന്ന് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്യപ്പൻ ചെയ്ത ഈ അച്ഛനെ കെട്ടിയിട്ടടിച്ചതിന് തലമുറയിലേക്ക് കഷ്ടപ്പാട് വരുമോ? നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു സംശയം വേണ്ട, വരും, ഒരു സംശയം വേണ്ട. എന്നാൽ നിന്റെ അപ്പൻ പാപം ചെയ്തതിന്റെ ശിക്ഷ നിന്റെ മക്കൾ അനുഭവിക്കേണ്ടി വരും എന്ന് പഴയ നിയമത്തിൽ ഒരു വചനമുണ്ട്. സത്യമാണ്. എന്നാൽ യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് കാൽവരി കുരിശിൽ മനുഷ്യന്റെ സകല പാപങ്ങൾക്കും വേണ്ടി മരിച്ചു. ഞാൻ ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദര, നിന്റെ വല്യപ്പൻ അച്ഛനെ കെട്ടിയിട്ടടിച്ച പാപത്തിന് പരിഹാരമായി യേശു ക്രിസ്തു കുരിശിൽ മരിച്ച് പരിഹാരം ചെയ്തു. പഴയ നിയമത്തിൽ എസെക്കിയേലിന്റെ പുസ്തകത്തിൽ അപ്പൻ ചെയ്ത തെറ്റിന്, അല്ലെ പുറപ്പാട് പുസ്തകത്തിൽ അപ്പൻ ചെയ്ത തെറ്റിന് മക്കൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് എഴുതിയ കാലത്ത് യേശു കുരിശിൽ മരിച്ചിട്ടില്ല. അന്ന് യേശുവിന്റെ കുരിശുമരണത്തിന് മുമ്പ് എഴുതപ്പെട്ട ഒരു ടെക്സ്റ്റാണത്. യേശുവിന്റെ കുരിശുമരണത്തിന് മുമ്പ് എഴുതപ്പെട്ട ഒരു പുസ്തകത്തിൽ പറയുകയാണ്, നിന്റെ അപ്പൻ ചെയ്ത തെറ്റിന് നീ ശിക്ഷ 4 തലമുറ വരെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. സത്യമാണ്. എന്നാൽ 2000 വർഷം മുമ്പ് എന്റെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മകനെ, മകളെ, നിന്റെ പാപത്തിനും നിന്റെ അപ്പന്റെ പാപത്തിനും അപ്പന്റെ പാപത്തിനും നിന്റെ കുടുംബത്തിലെ സകലരുടെ പാപത്തിനും പരിഹാരമായി യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു. ഹെബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ 25 മുതലുള്ള തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. നോക്കണ്ട, എന്നെ ശ്രദ്ധിച്ചാൽ മതി, ഡിസ്ട്രാക്റ്റഡ് ആവരുത്, ശ്രദ്ധിച്ചോണം. ഹെബ്രായർ 12:25 മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, നാം വന്നിരിക്കുന്നത് ആബേലിന്റെ രക്തത്തെക്കാൾ ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന യേശു ക്രിസ്തുവിന്റെ തളിക്കപ്പെട്ട രക്തത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്. ആബേലിന്റെ രക്തത്തെക്കാൾ മെച്ചപ്പെട്ടത് നമുക്ക് തരുന്ന യേശു ക്രിസ്തുവിന്റെ തളിക്കപ്പെട്ട രക്തത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്. എന്താണ് ആബേലിന്റെ രക്തത്തിന്റെ പ്രത്യേകത? പൗലോസ് പറയുകയാണ്, മക്കളെ, ക്രിസ്ത്യാനികളായി നിങ്ങൾ വന്നിരിക്കുന്നത് ആബേലിന്റെ രക്തത്തെക്കാൾ മെച്ചപ്പെട്ട യേശുവിന്റെ രക്തത്തിലേക്കാണ്. അപ്പൊ ഈ ആബേലിന്റെ രക്തത്തെക്കാൾ മെച്ചപ്പെട്ട യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത അറിയണമെങ്കിൽ ആബേലിന്റെ രക്തം എന്താണെന്ന് അറിയണം. എന്താണ് ആബേലിന്റെ രക്തത്തിന്റെ പ്രത്യേകത? ആബേലിന്റെ രക്തം നിരപരാധിയുടെ രക്തമാണ്. ആബേലിന്റെ രക്തം തെറ്റ് ചെയ്യാത്തവന്റെ രക്തമാണ്. ആബേലിന്റെ രക്തം ഈ മണ്ണിൽ വീണൊഴുകിയ രക്തമാണ്. ആബേലിന്റെ രക്തം ഈ മണ്ണിൽ കിടന്ന് പ്രതികാരത്തിന് വേണ്ടി നിലവിളിച്ച രക്തമാണ്. 3 കാര്യം. ആബേലിന്റെ രക്തം നിരപരാധിയുടെ രക്തമാണ്. ആബേലിന്റെ രക്തം ഈ മണ്ണിൽ വീണൊഴുകി. ആബേലിന്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി ദൈവസന്നിധി നിലവിളിച്ചു. കേൾക്കണേ, ഹെബ്രായർ 12 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി. ഹെബ്രായർ 12:25 മുതൽ, നിങ്ങൾ വന്നിരിക്കുന്നത് ആബേലിന്റെ രക്തത്തിലേക്കല്ല, നിങ്ങൾ വന്നിരിക്കുന്നത് ആബേലിന്റെ രക്തത്തെക്കാൾ മെച്ചപ്പെട്ട ശ്രേഷ്ഠമായവ വാഗ്ദാനം ചെയ്യുന്ന യേശുവിന്റെ രക്തത്തിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. എന്താണ് വചനത്തിന്റെ അർത്ഥം? ആബേലിന്റെ രക്തം നിരപരാധിയുടെ രക്തമാണ്. യേശുവിന്റെ രക്തം ആബേലിനേക്കാൾ വലിയ നിരപരാധിയുടെ രക്തമാണ്. ആബേലിന്റെ രക്തം ഈ മണ്ണിൽ വീണു, യേശുവിന്റെ രക്തം ഈ പ്രപഞ്ചം മുഴുവൻ വീണു. ആബേലിന്റെ രക്തം, കേൾക്കണേ, ആബേലിന്റെ രക്തം പ്രതികാരത്തിന് വേണ്ടി നിലവിളിച്ചു. യേശുവിന്റെ രക്തം പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രതികാരം ചെയ്യല്ലേ എന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് കേൾക്കണം. ആബേലിന്റെ രക്തം പ്രതികാരം ചെയ്യണേ എന്ന് നിലവിളിച്ചു. ഈ ചെറുപ്പക്കാരന്റെ വല്യപ്പൻ കെട്ടിയിട്ടടിച്ച അച്ഛന്റെ ചോര ഈ കുടുംബത്തിൽ പ്രതികാരം നടക്കണേ എന്ന് നിലവിളിക്കും. അത് സത്യമാണ്. എന്നാൽ അതേ സമയത്ത് 2000 വർഷം മുമ്പ് ഈ ചെറുപ്പക്കാരന്റെയും അവന്റെ അപ്പന്റെയും അവരുടെ കുടുംബത്തിലെ സകലരുടെയും പാപത്തിന് വേണ്ടി കാൽവരിയുടെ നെറുകയിൽ ഒഴുക്കപ്പെട്ട യേശുവിന്റെ രക്തം, ദൈവമേ, ദൈവപിതാവേ, ഈ കുടുംബത്തിൽ പ്രതികാരം ഉണ്ടാവരുത് എന്ന് നിലവിളിക്കും. നിങ്ങൾ ആരിലാണ് വിശ്വസിക്കുന്നത്? ആബേലിലോ യേശുവിലോ? ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ആരിലാണ് വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നത് യേശുവിലാണ്, ആബേലിലല്ല. ഞാൻ വിശ്വസിക്കുന്ന യേശുവിലായതുകൊണ്ട് എന്റെ അപ്പൻ എത്ര പാപിയാണെങ്കിലും, എന്റെ അപ്പന്റെ അപ്പൻ എത്ര പാപം ചെയ്തിട്ടുണ്ടെങ്കിലും, എന്റെ കുടുംബത്തിൽ എന്റെ പൂർവികര് 10 കൽപ്പന മുഴുവൻ ലംഘിച്ച് ഇനി ലംഘിക്കാൻ ഒരു കൽപ്പനയും ബാക്കിയില്ലാതെ പാപം ചെയ്ത സകല കൂട്ടം പാപികളാണെങ്കിലും
ഞാൻ എന്താ വിശ്വസിക്കുന്നത് അറിയാമോ? എന്റെ അപ്പനോ എന്റെ അപ്പന്റെ അപ്പനോ അപ്പന്റെ അപ്പനോ പൂർവികരോ ചെയ്ത പാപത്തിന്റെ ഒരു കണിക പോലും എന്നെ തൊടില്ല. കാരണം എന്റെ കുടുംബത്തിന് വേണ്ടി 2000 വർഷം മുമ്പ് യേശു ക്രിസ്തു പരിഹാരം ചെയ്ത് ദൈവപിതാവിന്റെ സന്നിധിയിൽ മാപ്പ് ചോദിച്ചിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുന്നത് കൊണ്ട് എന്റെ ഏഴായിരത്ത് വരില്ല പാപത്തിന്റെ ശിക്ഷ, പാപത്തിന്റെ ശമ്പളം വരില്ല. ഞാൻ വിശ്വസിക്കുന്നത് യേശുവിലാണ്. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ആരിലാണ് വിശ്വസിക്കുന്നത്? ആബേലിലോ യേശുവിലോ? നീ യേശുവിലാണ് വിശ്വസിക്കുന്നത്. ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിന്റെ മുമ്പിൽ 2 സാധ്യതയുണ്ട് മോനെ. നിന്റെ മുമ്പിൽ 2 സാധ്യതയുണ്ട്. ഒന്നുകിൽ നിനക്ക് നിന്റെ വല്യപ്പൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ നിന്നെ വേട്ടയാടുമെന്ന് വിശ്വസിക്കാം. നീ അങ്ങനെ വിശ്വസിച്ചാൽ, കേട്ടോണം, നീ അങ്ങനെ വിശ്വസിച്ചാൽ ജോബിന്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട്, നീ ഭയപ്പെടുന്നത് തന്നെ നിനക്ക് സംഭവിക്കും. എന്നാൽ നീ വിശ്വസിക്കുകയാണ് എന്റെ പാപത്തിനും എന്റെ അപ്പന്റെ അപ്പന്റെയും പാപത്തിന് ഈശോ മിശിഹ പരിഹാരം ചെയ്തു. ആ പരിഹാരം ചെയ്ത ഈശോ മിശിഹയുടെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തിയിട്ട് ഞാൻ ഇന്ന് വരെ ചെയ്ത സകല തെറ്റുകളും കണ്ണുനീരോടെ ഏറ്റുപറഞ്ഞ് യോഗ്യതയോടെ ഈ അൾത്താരയ്ക്ക് മുമ്പിൽ വന്ന് പരിശുദ്ധ കുർബാനയെ കൈകൂപ്പി നിന്ന് കണ്ണു നിറഞ്ഞ് സംബന്ധിച്ചിട്ട് ഞാൻ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവും സ്വീകരിച്ചിട്ട് വീട്ടിലേക്ക് പോകുമ്പോ തൊടില്ല ഒരു ശാപം എന്നെ. അത് നീ വിശ്വസിച്ചാൽ അത് നിന്റെ വീട്ടിൽ നടക്കും. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഞാനിത് പറയുന്നത് എന്തിനെന്നറിയാമോ? ഞാനിത് പറയുന്നത് സത്യം അറിഞ്ഞാലേ കെട്ടഴിയൂ. നമ്മളൊരു കാര്യം തിരിച്ചറിയണം, കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും ശത്രുവിന്റെ മേൽ വിജയം നേടും. അപ്പൊ ഞാൻ വിശ്വസിക്കുകയാണ്, യേശുക്രിസ്തുവിന്റെ രക്തം എനിക്ക് വേണ്ടി ഒഴുകി. ആ രക്തം അനുദിനം വിശുദ്ധ കുർബാനയിൽ വന്ന് ഞാൻ കുടിക്കുകയാണ്. ആ രക്തം ഞാൻ സ്വീകരിക്കുകയാണ്. ആ രക്തം എന്റെ ഉള്ളിൽ ഉള്ളപ്പോ എന്റെ പൂർവികരുടെ ഒരു പാവം എന്നെ തൊടില്ലെന്ന് ഞാൻ വിശ്വസിച്ചാൽ അന്ന് ഡേ 1 അന്ന് മുതൽ നിന്റെ വീട്ടിൽ മാറ്റം വരാൻ തുടങ്ങും. നമ്മൾ എന്താ വിശ്വസിച്ചുകൊണ്ടിരിക്കാന്നറിയാമോ? ഇത് മുഴുവൻ കാർന്നൂര് ചെയ്ത തെറ്റിന്റെ കുറ്റം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് നീ മുട്ടയിലെഴുകയും നീ ശാപമോക്ഷ പ്രാർത്ഥന ചൊല്ലി നീ ചെല്ലാവുന്ന മുഴുവൻ ചൊല്ലി നിന്റെ പോക്കറ്റ് കീറിയിരിക്കുക. ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്നാമത്തേത് കുഞ്ഞാടിന്റെ രക്തം. രണ്ടാമത്തേതെന്നറിയാമോ? സാക്ഷ്യത്തിന്റെ വചനം. സാക്ഷ്യത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ നിങ്ങളോട് 3 വചനം പറഞ്ഞു. നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും. നിയമാവർത്തനം 28:7 പറയാവോ? നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ കൺമുമ്പിൽ വെച്ച് പരാജയപ്പെടുത്തും. അവർ നിനക്കെതിരെ ഒരു വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ പലായനം ചെയ്യും. ഞാൻ മറ്റൊരു വചനം പറഞ്ഞു, സക്കറിയ 2:8 സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ സ്പർശിക്കുന്നവൻ കർത്താവിന്റെ കൃഷ്ണമണിയാണ് സ്പർശിക്കുന്നത്. ഞാൻ മൂന്നാമതൊരു വചനം പറഞ്ഞു, 2 മക്കബായർ 8:18 അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ ലോകം മുഴുവനെ തന്നെ അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് നമ്മുടെ പ്രത്യാശ. ഞാൻ ഈ 3 വചന സാമ്പിള് പറഞ്ഞാണ്, നന്നായിട്ട് ശ്രദ്ധിച്ചോണം. സാമ്പിള് പറഞ്ഞാണ്. ഇങ്ങോട്ട് നോക്കി. സാമ്പിള് പറഞ്ഞാണ്, ഇങ്ങോട്ട് നോക്കിക്കോണം. ആരെങ്കിലും വന്നിരുന്ന അവിടെ അങ്ങോട്ട് നോക്കിയിരിക്കരുത്, ഇങ്ങോട്ട് നോക്കിക്കോണം. അതായത് ഞാൻ 3 വചന സാമ്പിൾ വചനം പറഞ്ഞതാണ്. ഈ വചനം എന്ത് ചെയ്യണമെന്ന് അറിയാമോ? സാക്ഷ്യത്തിന്റെ വചനം എന്താന്ന് ഞാൻ പറയാം. ഈ വചനം നീ വിശ്വാസത്തോടെ ആവർത്തിക്കണം. എന്താണ്? എനിക്കെതിരെ വരുന്ന ശത്രുക്കളെ കർത്താവ് എന്റെ കൺമുമ്പിൽ വെച്ച് തോൽപ്പിക്കും. പിശാചിനോട് നീ പറയണം, എന്റെ മക്കളെ ആക്രമിക്കാൻ, എന്റെ കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കാൻ, എന്റെ കുടുംബം കലക്കാൻ, എനിക്കെതിരെ ശത്രുക്കളെ ഉണ്ടാക്കാൻ, ഞാൻ എന്റെ ബിസിനസ് തകർക്കാൻ, എന്റെ കുടുംബത്തിനെതിരെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പിശാച് നീ ഒരുക്കുന്ന ഭിന്നത, കലഹം. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഭിന്നത, വഴക്ക് എവിടെങ്കിലും ഉണ്ടായാൽ ആ വഴക്കിലൂടെ സാത്താൻ കയറും. അപ്പൊ ഒരു വഴക്കുണ്ടാക്കാൻ പിശാച് ഒരു സാഹചര്യമായിട്ട് വരികയാണ്. സാത്താനെ, നീ എനിക്കെതിരെ വരുമ്പോ കർത്താവ് നിന്നെ എന്റെ കൺമുമ്പിൽ വെച്ച് തോൽപ്പിക്കും. നീ എനിക്കെതിരെ 1 വഴിയിലൂടെ വരും, 7 വഴിയിലൂടെ തിരിച്ചോടും. ഒന്നാമത്തെ കാര്യം, നീ ഇത് പറയണം. 2, നീ ഇത് വിശ്വസിക്കണം. എന്താണ്? എനിക്കെതിരെ വരുന്ന ശത്രുക്കളെ കർത്താവ് 7 വഴിയിലൂടെ ഓടിച്ചു കളയും. നീ ഇത് വിശ്വസിക്കണം. 3, നീ ഇത് ക്ലെയിം ചെയ്യണം. കർത്താവേ, ഞാൻ ഈ വചനം ക്ലെയിം ചെയ്യുന്നു, ഞാൻ ഇത് അവകാശപ്പെടുത്തുന്നു. ദിസ് ഈസ് മൈ റൈറ്റ്. ഇതെന്റെ ഭാഗധേയമാണ്, ഇതെന്റെ അവകാശമാണ്. ഞാൻ ഇത് വിശ്വസിക്കുന്നു, ഞാനിത് ഏറ്റെടുക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയട്ടെ. അതായത് ഞാൻ ഇടവകപ്പള്ളി, ഞാൻ എന്റെ ഇടവകയില് കർത്താവ് എനിക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഇടവക ജനം. ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യുകയാണ്. ഞാനൊരു 1.5 മാസത്തേക്ക് അല്ലെ 2 മാസത്തേക്ക് എവിടെയെങ്കിലും പോവാന്ന് വെച്ചു. പോകുമ്പോ എന്റെ ഇടവക ജനത്തിന്റെ കാവൽക്കാരൻ ആരാണ്? നിങ്ങൾ ബംഗാളികളാണോ? മലയാളികളല്ലേ?
എന്റെ ഇടവക ജനത്തിന്റെ കാവൽക്കാരൻ ആരാണ്? ആരാ? ഞാനാണ്. എന്നെ കർത്താവ് എന്റെ ഇടവകയിലെ വികാരിച്ചനായിട്ട് വെച്ചിരിക്കുന്നതിന്റെ കാരണം എസെക്കിയേലിനോട് ദൈവം പറയണം, മനുഷ്യപുത്ര, ഞാൻ നിന്നെ ജനത്തിന്റെ കാവൽക്കാരനായി വെച്ചിരിക്കുന്നു. അപ്പൊ എന്റെ ഇടവക, എനിക്ക് 2 ഇടവകയുണ്ട്. ആ 2 ഇടവകയിലെ എന്റെ ജനത്തിന്റെ കാവൽക്കാരൻ ഞാനാണ് അവിടുത്തെ സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റി എന്ത് ചെയ്യാണ്? 2 മാസത്തേക്ക് ഒരു സ്ഥലത്ത് പോവാണ്. അപ്പൊ അവിടെ സെക്യൂരിറ്റി ഉണ്ടോ? ഇല്ല. ഇപ്പൊ സെക്യൂരിറ്റി ഇല്ലാതെ വരുമ്പോ എന്ത് സംഭവിക്കും? ഓരോരുത്തന്മാര് സെക്യൂരിറ്റി നിന്നപ്പോ വരാത്തവരെല്ലാം സെക്യൂരിറ്റി പോയി കഴിയുമ്പോ പതുക്കെ വരാൻ തുടങ്ങും. മനസ്സിലായോ? അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി കർത്താവ് ഒരിക്കൽ എനിക്കൊരു വചനം കാണിച്ചു തന്നു. ഭയങ്കര ശക്തിയുള്ള ഒരു വചനം. അതായത് കാവൽക്കാരൻ. ഞാൻ നിങ്ങളോട് പറയട്ടെ, കുടുംബനാഥ, നീ ഒരു ധ്യാനത്തിന് പോവാണ്. ധ്യാനത്തിന് പോകുമ്പോ സാത്താൻ നിന്റെ മനസ്സിലൊരു ചിന്ത തരും. നീ 5 ദിവസം ധ്യാനത്തിന് പോകാൻ വേണ്ടി മാറി നിന്നാൽ നിന്റെ ബിസിനസ്സിൽ ആളുകള് തകർച്ചയുണ്ടാക്കും. നീ 5 ദിവസം മാറി നിന്ന് എന്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാവും. നീ 5 ദിവസം മാറി നിന്ന എല്ലാം തകരും. നീ 5 ദിവസം മാറി നിന്ന ലോകം അവസാനിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിശാച് നിന്റെ മനസ്സിൽ പറയും. അതായത് നീ ഒരു കാര്യത്തിന് വേണ്ടി, ഒരു ആത്മീയ കാര്യത്തിന് വേണ്ടി പോവാണ്. ഒരു 10 ദിവസത്തേക്ക് നീ ഇവിടുന്ന് മാറി നിൽക്കുകയാണ് ഒരു ആത്മീയ കാര്യത്തിന് വേണ്ടി. മാറി നിൽക്കുന്ന സമയത്ത് നീ ദൈവത്തെ മുൻനിർത്തി പോകുമ്പോ നിനക്കൊരു പേടിയുണ്ട്. ദൈവമേ, എന്റെ വീട്ടിലെ അവസ്ഥ എന്താണ്? ഞാനൊരു നല്ല വചനം തരാം. എനിക്ക് കർത്താവ് ഒരിക്കൽ കാണിച്ചു തന്നൊരു വചനമാണത്. പുറപ്പാട് 34:24. പുറപ്പാട് 34:24. എന്റെ പ്രിയപ്പെട്ട പ്രായപൂർത്തിയായ മക്കളെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ട അമ്മേ, നിനക്ക് ജോലി സ്ഥലത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നാൽ നീ വചനം പറഞ്ഞിട്ട് പൊക്കോണം. ഇതൊരു വേലിയാണ്. അതായത് നിന്റെ കുടുംബത്തിൽ നിന്റെ കുഞ്ഞുങ്ങള് നിനക്ക് നീ ഒരാഴ്ച ധ്യാനത്തിന് പോവാണ്. നിന്റെ മക്കള് തന്നെ വീട്ടിലുള്ളൂ. നിനക്കൊരു ഭയമുണ്ട്, ഇന്നത്തെ കാലമാണ്, എന്ത് സംഭവിക്കാം. നീ വചനം പറഞ്ഞോണം. ആ വേലി പൊളിച്ച് ഒരുത്തിനും കേറില്ല. പുറപ്പാട് 34:24 വചനം ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടി വർഷത്തിൽ 3 പ്രാവശ്യം പോകുമ്പോ നിന്റെ ഭൂമി ആരും കൈവശപ്പെടുത്താൻ ശ്രമിക്കുകയില്ല. ഒരു വചനാണിത്. അതായത് നീ ദൈവകാര്യത്തിന് വേണ്ടി പോകുമ്പോ നിന്റെ അവകാശം, നിന്റെ സ്വന്തമായിട്ടുള്ളത് നിന്നെ കേൾപ്പിച്ചു തന്നിരിക്കുന്നതിന്റെ മേൽ ആരും അവകാശം എടുക്കാനായിട്ട് വരില്ല. ഒരാൾ കേറില്ല. ഒരു പൈശാചിക ശക്തി കേറില്ല. നീ നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടി വർഷത്തിൽ 3 പ്രാവശ്യം പോകുമ്പോ നിന്റെ ഭൂമി, നിനക്കുള്ളത്, നിന്റെ പ്രിയപ്പെട്ടവരെ കൈവശപ്പെടുത്താൻ ആരും തുനിയില്ല. പുറപ്പാട് 34:24. ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ഒരു ധ്യാനത്തിൽ ഇപ്പൊ 4 ദിവസമായിട്ട് ഞാൻ മാറി നിൽക്കുകയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നറിയാം, കർത്താവേ, ഞാൻ ഈ ധ്യാനത്തിന് പോവാണ്. പുറപ്പാട് 34:24 നീ പറഞ്ഞിട്ടുണ്ട്, വർഷത്തിൽ 3 പ്രാവശ്യം നീ നിന്റെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടി പോകുമ്പോ നിന്റെ ഭൂമി ആര് കൈവശമാക്കാൻ ശ്രമിക്കില്ല നീ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പറയുന്നത്, കർത്താവേ, പുറപ്പാട് 34:24 ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റെടുക്കുന്നു, അതിന്റെ ശക്തി ഞാൻ ക്ലെയിം ചെയ്യുന്നു. ഒരീച്ച പോലും എന്നെ ഏൽപ്പിച്ചതെന്ന സ്ഥലത്ത് കയറാൻ പാടില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ പേരാണ് സാക്ഷ്യത്തിന്റെ വചനം. അതായത് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന അത്ഭുത ശക്തിയുള്ള 35,526 വാക്യങ്ങളുണ്ട് ബൈബിളിൽ. ഇതിലേതെങ്കിലും വചനം എടുത്തിട്ട് നീ നിന്റെ കുടുംബത്തിന് ചുറ്റും വേലി കെട്ടണം, മക്കൾക്ക് ചുറ്റും വേലി കെട്ടണം. അതിനെയാണ് പറയുന്നത്, കുഞ്ഞാടിന്റെ രക്തത്താലും സാക്ഷ്യത്തിന്റെ വചനത്താലും അവർ ശത്രുവിന്റെ മേൽ വിജയം നേടി.